എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ഒരു വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല. സ്വയം ബഹുമാനമുള്ളവർ ആയിരിക്കുക. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ വേണ്ടെന്ന് വയ്ക്കാറുണ്ട്. പിന്നീട് ഒരിക്കലും അത് നേടാൻ കഴിയാതെ നമ്മൾ ഉള്ളിൽ 1000 തവണ കരഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിക്കണം. ഇനിയും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ടി ആരും അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്ന കാര്യം കൂടെ ചിന്തിക്കണം. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമാക്കി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടേതോ ആണ്. മാറ്റങ്ങൾ ചിലപ്പോൾ വേദനകൾ സമ്മാനിച്ചേക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ അത് അനിവാര്യമാണ്. നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമാർത്ഥ സത്യം. സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, പക്ഷേ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മുടെ പക്കലില്ല. ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുത്. കാരണം അഴുക്ക് വെള്ളം കുടിക്കാൻ കൊള്ളില്ലെങ്കിലും അതിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. സംയമനം പാലിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും അതിന് കഴിയാറില്ല എന്നതാണ് ഒരു വലിയ സത്യം. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും. സത്യസന്ധരായ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും അവർ നമുക്ക് ഒപ്പമുണ്ടാകും. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്ന് മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവുമൊന്നും സ്ഥിരം ആവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ലെന്നോർക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോവുക. അനുകമ്പ ഉള്ളവരായിരിക്കുക. മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുവാൻ എപ്പോഴും തയ്യാറാവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടി വരും. വിജയം എന്നത് യാദൃശ്ചികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാമുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. മനസ്സ് ശുദ്ധമായിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. പകർന്നു നൽകിയത് പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും.